അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറത്ത് മുൽക്കിൻ്റെ രണ്ടാമത്തെ വചനമാണ്, ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് റബ്ബിൻ്റെ തൗഫീഖോടെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ഈ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലദീ ഖലഖ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൽ മൗത, മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. വൽ ഹയാത, ജീവിതത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാറ്റിനും ഖദീറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത വൽ ഹയാത, അവൻ ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചവനാണ്, സൃഷ്ടിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മരണത്തെയും രണ്ട് ജീവിതത്തെയും നമുക്ക് സംവിധാനിച്ച് തന്നിട്ടുണ്ട്. ഇത് സൂറത്തുൽ ഗാഫിറിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യർ പറയുന്ന വാചകമാണ്, റബ്ബന അമത്തന സനതൈൻ വഹയൈതന സനതൈൻ. അള്ളാഹുവേ, 2 തവണ ഞങ്ങളെ നീ മരിപ്പിച്ചിട്ടുണ്ട്, 2 തവണ നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് 2 മരണം? ഏതാണ് 2 ജീവിതം? 2 മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് നിർജീവമായി കിടക്കുകയായിരുന്നു, ശരിക്കും മരിച്ച് കിടക്കുകയായിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ്, ആത്മാവ് നൽകിയത് കൊണ്ടാണ് നമ്മുടെ ശരീരം, അവിടെ ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ജീവൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അവിടെ ആത്മാവ് ഊതുന്നതിന് മുമ്പുള്ള മരണം, അതാണ് 1-ാമത്തെ മരണം. 2-ാമത്തെ മരണം നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കാനുള്ള മരണം. അതാണ് 2 മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ജീവിതം ഏതാണ്? 1-ാമത്തെ ജീവിതം നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജീവൻ്റെ തുടിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ ജീവിതം. ആ ജീവിതത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇനി ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. നമ്മുടെ മരണത്തിനു ശേഷം നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, മരണമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട്. അതുകൊണ്ട് 2 മരണത്തെയും 2 ജീവിതത്തെയും റഹ്മാനായ റബ്ബ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആദ്യം പറഞ്ഞത് മരണത്തെയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. എന്തുകൊണ്ടാണ് ആദ്യം മരണത്തെ പരാമർശിക്കാൻ കാരണം? തഫ്സീറുകളിൽ കാണാൻ പറ്റും. അതിനുള്ള ഒരു കാരണം മുഫസ്സിറുകൾ സൂചിപ്പിച്ചത്, മരണത്തെ കൂടുതലായി മനുഷ്യൻ ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ജീവിതത്തെയാണ് മനുഷ്യർ കൂടുതലായി ഓർക്കുന്നത്.
ഇഹലോകത്തെ ജീവിതത്തിൻ്റെ പിന്നാലെയാണ് മനുഷ്യർ നെട്ടോട്ടം ഓടുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖസൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ മൗത്ത്, മരണത്തെ അള്ളാഹു ആദ്യം ഈ ആയത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നീടാണ് ജീവിതത്തെ പറഞ്ഞത് എന്ന് തഫ്സീറുകളിൽ ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ആദ്യ പാർട്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരുന്നത് ലിയബ്ലുവക്കും. എന്തിനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്? എന്തിനാണ് ഈ ഭൂമിലോകത്തേക്ക് നമ്മളെ പറഞ്ഞയച്ചത്? എന്തിനാണ് ഈ ലോകത്ത് വ്യത്യസ്ത അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയത്? എന്തിനാണ് നമ്മൾ കുടുംബമായി ജീവിക്കുന്ന സാഹചര്യം റബ്ബ് നൽകിയത്? ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ ഭൂമിലോകത്ത് നമുക്ക് നൽകിയോ, ജീവിതത്തെയും മരണത്തെയും റബ്ബ് സംവിധാനിച്ചതോ ഒക്കെ എന്തിനാണ്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലേ? ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്താണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓരോ ബുദ്ധിമുട്ട് കടന്നു വരികയാണ്, ഓരോ പ്രശ്നങ്ങളാണ്, ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് തീരുന്നില്ലല്ലോ എന്ന് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ, എന്താ ഞാൻ മാത്രം പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിയബ്ലുവക്കും, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുൽക്കിൻ്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലേ? അള്ളാഹു പരീക്ഷിക്കുക, ഇത് പരീക്ഷയാണ്. പരീക്ഷയാകുമ്പോൾ സ്വാഭാവികമായും ഈ പരീക്ഷ നടത്താനൊരു എക്സാം ഹോൾ ഉണ്ടാകണം. ആ ഹോളാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ഈ പരീക്ഷ നടത്തുന്നത് റഹ്മാനായ റബ്ബാണ്. ഈ പരീക്ഷയിലെ പഠിതാക്കളെന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരുമാണ്. ഈ പരീക്ഷ കഴിഞ്ഞാൽ അതിന് കൃത്യമായ പരീക്ഷയ്ക്കൊരു സമയമുണ്ട്. ആ സമയമെന്ന് പറഞ്ഞാൽ മരണം വരെയാണ്. അതും കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്കൊരു റിസൾട്ട് വരാനുണ്ട്. ആ റിസൾട്ടാണ് സ്വർഗവും നരകവും. ജീവിതത്തെ പരീക്ഷയോടെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത്, നമ്മൾ ആലോചിക്കാനും നമ്മൾ ചിന്തിക്കാനും വേണ്ടി. എന്താണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. ആരാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നതിനേക്കാൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ്, എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഇവിടെ അഹ്സനു അമല എന്നതുകൊണ്ട് ഉദ്ദേശം? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇവിടെ അഹ്സനു അമല, ഏറ്റവും നന്നായ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അഖ്ലസുഹു വ അസ്വബുഹു, അദ്ദേഹം നൽകിയ വിശദീകരണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അഖ്ലസുഹു വ അസ്വബുഹു, എന്താണ് ഈ അഖ്ലസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ അസ്വബ് എന്ന് പറഞ്ഞാൽ? ആ സമയത്ത് അദ്ദേഹം വിശദീകരിച്ചു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം, ഒരു വിശ്വാസി ചെയ്യുന്ന പ്രവർത്തനം ഇഖ്ലാസ് ഉള്ളതാണ് എങ്കിൽ, എന്നാൽ വലം യകുൻ സവാബൻ, അത് ശരിയായിട്ടല്ല ചെയ്യുന്നത്, ഇഖ്ലാസ് ഒക്കെ ഉണ്ട് പക്ഷെ ശരിയായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ലം യുഖ്ബൽ, അള്ളാഹു സ്വീകരിക്കൂല. വ ഇദാ കാന സവാബൻ, ഒരാൾ ശരിയായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ വലം യകുൻ ഖാലിസ, അയാൾക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിലോ ലം യുഖ്ബൽ, അപ്പോഴും സ്വീകരിക്കൂല. അതുകൊണ്ട് ഒരാളുടെ കർമ്മം അത് ഏറ്റവും നല്ല കർമ്മമാണെങ്കിൽ അതെന്താകണം? ഹത്താ യകൂന ഖാലിസൻ സവാബ, അത് ഖാലിസും ആകണം, സവാബാകണം. എന്താണ് ഖാലിസ് എന്ന് പറഞ്ഞാൽ? അയ്യക്കൂന ലില്ലാ, അത് അള്ളാഹ്ക്കുള്ളത് മാത്രമാകണം, അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് മാത്രമാകണം. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും ഇതെൻ്റെ അള്ളാഹുവിനെ, ഇതെൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിൻ്റെ പ്രീതി ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഇഖ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകൾ നല്ല അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹിൻ്റെ തൃപ്തി, അതാണ് എനിക്ക് വേണ്ടത്. വസ്സവാബ്, ശരിയായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യക്കൂന അല സുന്ന, അത് സുന്നത്തനുസരിച്ചാകണം. അഥവാ
സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരമാകണം. നമുക്കിഷ്ടമുള്ളത് ചേർക്കല്ല, നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മവും എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട് പഠിച്ച് അതുപോലെ പകർത്തുക. പ്രവാചകൻ എങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെ, അതിൽ കൂടുതലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ചെയ്യല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചര്യ പ്രവാചകൻ കാണിച്ചു തരുന്നത് പോലെ ചെയ്യുമ്പോഴാണ് അത് നല്ല കർമ്മമാകുകയുള്ളൂ, അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. ഇത് നമ്മൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം. അഹ്സനു അമലായി മാറണമെങ്കിൽ ഏറ്റവും നല്ല കർമ്മമായി മാറണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യനുസരിച്ചാകണം, സുന്നത്തനുസരിച്ചാകണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ അത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈ ആയത്ത് നമ്മുടെ ഒരു ആക്ഷൻ പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എത്ര ഇഖ്ലാസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണോ എന്ന്, പഠിപ്പിച്ച പ്രകാരം തന്നെയാണോ ഞാൻ ചെയ്യുന്നത് എന്ന ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ട വരുന്ന അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഈ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം വഹുവൽ അസീസുൽ ഗഫൂർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് മഹത്തായ ഇസ്മുകളാണ്, പേരുകളാണ് അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്, ഉത്തമമായ നാമങ്ങൾ. അതിൽപ്പെട്ട അറിയപ്പെട്ട രണ്ട് പേരുകളാണ് അൽ അസീസ്, അൽ ഗഫൂർ എന്നുള്ളത്. അതാണ് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് അസീസ് എന്ന് പറഞ്ഞാൽ? അസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ഇസ്സത്തുള്ളവനാണ്, അവൻ പ്രതാപമുള്ളവനാണ്. അല്ലദീ ലഹുൽ ഇസ്സത്തു കുല്ലുഹാ. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, അതെ, എല്ലാ ഇസ്സത്തും അള്ളാഹ്ക്കുള്ളതാണ്. അല്ലത്തി ഖഹറ ബിഹാ ജമീ അൽ അഷ്യ. അള്ളാഹു എല്ലാ വസ്തുക്കളെയും എല്ലാ ചരാചരങ്ങളെയും ലോകത്ത് എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അടക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം റബ്ബ് കീഴൊതുക്കിയിരിക്കുന്നു. അള്ളാഹിൻ്റെ കീഴിലാണ് എല്ലാം ഉള്ളത്. വൻഖാദത്ത് ലഹുൽ മഖ്ലൂഖാത്ത്. എല്ലാ സൃഷ്ടികളും റബ്ബിന് കീഴൊതുങ്ങുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അസീസായവൻ, എല്ലാ നിലക്കും പ്രതാപമുള്ളവൻ, പ്രതാപശാലിയായവൻ റഹ്മാനായ റബ്ബ് മാത്രമാണ്. അതാണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഒരു ഭീതി, ഒരു ഭയം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ശരിക്ക് ഇതിൻ്റെ വിശദീകരണം വരുന്നത്. എന്നാൽ രണ്ടാമത്തത് അൽ ഗഫൂർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ ഉണ്ടാക്കുന്ന നാമമാണ് അൽ ഗഫൂർ. അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ, ഏറെ പൊറുക്കുന്നവൻ. അതാണ് അൽ ഗഫൂർ എന്ന പദത്തിൻ്റെ നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. എങ്ങനെ അള്ളാഹു ആർക്കാണ് പുറത്തു തരുന്നത്? അനിൽ മുസീൻ, തെറ്റുകൾ ചെയ്തവർക്ക്, വൽ മുഖസ്സിരീൻ, അതുപോലെ തന്നെ വീഴ്ചകൾ വരുത്തിയവർക്ക്, വൽ മുദ്നിബീൻ, പാപങ്ങൾ ചെയ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എപ്പോൾ? ഖുസൂസൻ, പ്രത്യേകിച്ചും ഇദാ താബു വ അനാബു, അവർ തൗബ ചെയ്ത് മടങ്ങുകയാണ്, അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അള്ളാഹുവേ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുകയാണ്. ഫഇന്നഹു യഗ്ഫിറു ദുനൂബഹും, അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. വലൗ ബലഗത് അനാനസ്സമ, ആകാശത്തിൻ്റെ അറ്റത്തോളം ആ പാപങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിലും, ആകാശം മുട്ടുവോളം ആ പാപങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിലും അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കും. വയസ്തുറു ഉയുബഹും, അവരുടെ ന്യൂനതകളെ അള്ളാഹു മറച്ചു വെക്കും, അവരുടെ തിന്മകളെ റബ്ബ് മറച്ചു വെക്കും. വലൗ കാനത്ത് മിൻ അദ്ദുനിയ, ദുനിയാവ് നിറയെ അവർക്ക് തെറ്റുകളുണ്ട് എങ്കിലും അള്ളാഹു അത് മറച്ചു വെക്കും. അതാണ് ഗഫൂറായ റബ്ബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാക്കുന്ന സംഗതി. അഥവാ എത്ര തിന്മ ചെയ്താലും അള്ളാഹുവിലേക്ക് തിരിയുക,
അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, ഇനി ഒരിക്കലും ഞാൻ ആ തിന്മ ചെയ്യുകയില്ല എന്ന തീരുമാനമാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥവും ആശയും ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും ഉത്തമനെന്ന് പരീക്ഷിക്കുന്നതിനായി വരടത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനുമാണ്. നമുക്ക് ചെയ്യേണ്ട ആക്ഷൻ സ്റ്റെപ്പ്, നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യം പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു വസ്തു കേടാകലാകാം, അതല്ലെങ്കിൽ മക്കൾ അനുസരിക്കാത്തതാകാം, നമുക്കിഷ്ടപ്പെടാത്ത പല സംഗതിയും വരുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോക്കസ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആയത്തിനെ ശരിക്ക് മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച് ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ഉടൻ നമ്മുടെ മനസ്സിൽ ഇതെൻ്റെ റബ്ബിൻ്റെ പരീക്ഷനാണ്, ഇതിൽ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിച്ച് എനിക്ക് ജയിക്കാൻ സാധിക്കണം എന്നതാകണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ദിവസം പ്രത്യേകിച്ചും നമ്മളിതിൻ്റെ ഒരു ആക്ഷൻ സ്റ്റെപ്പായി നമ്മൾ എടുക്കുക. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൽ തുടരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരമാണ് ചെയ്യുന്നതെങ്കിലും അതിൽ ഇഖ്ലാസിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ, അള്ളാൻ്റെ പ്രീതി അനുസരിച്ചാണോ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ കർമ്മങ്ങളെ ഇഖ്ലാസും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. ജീവിതത്തെ പരീക്ഷണമായി കണ്ട് ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാനും ഏറ്റവും നല്ല രീതിയിൽ റബ്ബ് എങ്ങനെയാണോ തൃപ്തിപ്പെട്ടത്, അള്ളാഹു എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.